സുഹൃത്തുക്കളെ, നമ്മുടെ യൂബർ ഓടിത്തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന നമ്മുടെ പുതിയ മച്ചാന്മാർക്കുള്ള വീഡിയോ ആണിത്. നമ്മുടെ യൂബറിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ യൂബറിൻ്റെ ആപ്ലിക്കേഷൻ ആദ്യമായി തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ യൂബർ ഓടിത്തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന പുതിയതായിട്ട് വരുന്ന ആളുകൾക്കുള്ള വീഡിയോ ആണ്. നമ്മൾ ആദ്യമായിട്ട് യൂബറിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. യൂബർ ഡ്രൈവർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്താൽ മതി. ഇതാണ് ആപ്ലിക്കേഷൻ വരുന്നത്. നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് വരിക. ഇതിപ്പോൾ എൻ്റെ ഇങ്ങനെ സംതിങ് വെൻ്റ് ഫ്രോം ഇതിങ്ങനെ കാണിക്കുന്നത് വേറെ ഒന്നുമല്ല. ഞാൻ അത് ഇപ്പോൾ ലോഗിൻ ചെയ്തിട്ടുള്ളൂ, ഇപ്പോൾ ക്ലിയറായി. നോർമലി നമ്മൾ എല്ലാ ഇതും ക്ലിയർ ചെയ്ത് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുക. ഇതിപ്പോൾ ഓഫ്ലൈനിലാണ് ഞാൻ. ഇതിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ വണ്ടിയുടെ RC ബുക്ക്, അതുപോലെ തന്നെ ഇപ്പോൾ കറൻ്റ്ലി ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ആപ്ലിക്കേഷനിൽ സ്റ്റാർട്ടിങ്ങിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾ നമ്മുടെ RC ബുക്ക്, അതുപോലെ തന്നെ ടാക്സ് അടച്ചതിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ പാൻ കാർഡ്, അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ടാവും. അപ്പോൾ പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ, നമുക്ക് പിന്നീട് അത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന ഫോട്ടോ എന്താണോ അതാണ് പിന്നീട് എപ്പോഴും ആ ഫോട്ടോയായിരിക്കും നമ്മുടെ യൂബർ ഡ്രൈവറുടെ പ്രൊഫൈലിൽ ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കൊടുക്കുമ്പോൾ നല്ല ഫോട്ടോ എടുത്ത് കൊടുക്കുക. അതിൽ നമുക്ക് അപ്ലോഡിങ് ഇല്ല, നമ്മൾ ഡയറക്റ്റ് ഫോട്ടോ അതിൽ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ എടുക്കുമ്പോൾ നല്ല ഫോട്ടോ എടുത്തിട്ടോളാൻ ശ്രമിച്ചോളൂ, കാരണം പിന്നീട് നമുക്കത് മാറ്റാനായിട്ട് കഴിയില്ല. പിന്നെ ആപ്ലിക്കേഷൻ നമ്മളത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് കാര്യങ്ങൾ കൊടുത്ത് എല്ലാം ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ റെഡിയാവും. നോർമലി ചിലപ്പോൾ ഒരു 1 ഹവറിൻ്റെ ഉള്ളിലൊക്കെ ശരിയാവുന്നവരുണ്ട്. എനിക്ക് 2-3 ദിവസം പിടിച്ചായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം ക്ലിയറായി വരാനായിട്ട് എനിക്കൊരു 1 വീക്കിൻ്റെ അടുത്ത് ടൈം എടുത്തായിരുന്നു. ഞാൻ വിചാരിച്ചു യൂബറിൻ്റെ ഓഫീസിൽ പോകേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷേ യൂബറിൻ്റെ ഓഫീസിൽ പോകേണ്ടി വന്നില്ല. ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ എനിക്കത് ക്ലിയറായി. ഞാൻ എൻ്റെ 2-3 ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ ചിലപ്പോൾ അത് ഡോക്യുമെൻറ്റേഷൻ ചെറിയ ടൈം എടുക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് 1 വീക്കിൻ്റെ ഉള്ളിൽ റെഡിയായി. അപ്പോൾ അതിൽ വേറെ പിന്നീടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. നോർമലി നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആവശ്യം അങ്ങനെ ഇല്ല തോന്നുന്നു. ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ തന്നെ വണ്ടിയുടെ RC, വണ്ടിയുടെ ഇൻഷുറൻസ് പേപ്പർ, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോർമലി അപ്രൂവൽ കിട്ടും. പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ ഡോക്യുമെൻറ്റും ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുത്ത് അപ്രൂവൽ എടുക്കുന്നതാണ് നല്ലത്. പിന്നീട് നമുക്കതൊരു തലവേദനയായി മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒരു യൂബറിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ ഡ്രൈവർമാർക്ക് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. അതിൽ നമുക്ക് നമ്മുടെ ആപ്പിൽ ഓൾറെഡി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കത് അറിയാൻ പറ്റും. അക്കൗണ്ട്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ നിലവിൽ നോ വെഹിക്കിൾ സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊക്കെ എടുക്കുന്നത്. എനിക്ക് ഓൺലൈൻ കൊടുക്കുമ്പോൾ വെഹിക്കിൾ ഏതാണെന്നുള്ളത് ചോദിക്കും. നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള വെഹിക്കിളൊക്കെ അതിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വെഹിക്കിൾ ഏതാണെന്ന് വെച്ചെങ്കിൽ അത് നമ്മൾ സെയിം ഓക്കെ പറഞ്ഞിട്ട് അത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻറ്റ്സ് ആയാലും ശരി എല്ലാം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ കാണാനായിട്ട് പറ്റും. കണ്ടോ, നമ്മുടെ എൻ്റെ ആധാർ കാർഡ് ഇതുവരെ റിവ്യൂ ആയിട്ടില്ല, ഇൻ റിവ്യൂ എന്ന് പറഞ്ഞിട്ടൊക്കെ എടുക്കുന്നത്. അപ്പോൾ ആധാർ കാർഡ് ഓപ്ഷണൽ എന്നുള്ള രീതിയിലാണ് അവർ കാണുന്നുള്ളതെന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല. ഡ്രൈവിംഗ് ലൈസൻസ്, ബാങ്ക് പാസ്ബുക്ക്, പ്രൊഫൈൽ പിക്ചർ എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. RC കംപ്ലീറ്റ് ആയിട്ട് വെഹിക്കിൾ ഇൻഷുറൻസ്, പെർമിറ്റ് അപ്ലോഡ് ചെയ്യണം, പെർമിറ്റ് അപ്ലോഡിങ് ചെയ്തിട്ടുണ്ട്. വാഗനർ, അതായത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, RC കംപ്ലീറ്റ് ആയതുകൊണ്ട്, വെഹിക്കിൾ ഇൻഷുറൻസ് കംപ്ലീറ്റ് ആയതുകൊണ്ട്, പെർമിറ്റ്, അതായത് RC, ഇൻഷുറൻസ്, പെർമിറ്റ്, ഈ 3 എണ്ണമാണ് നമുക്ക് മെയിനായിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടത്. നമ്മുടെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് പാസ്ബുക്ക്, അതായത് നമ്മുടെ യൂബറിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ എമൗണ്ട് യൂബറിന് നമ്മുടെ ഇതിലേക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബാങ്കിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മളതിൽ പ്രൊവൈഡ് ചെയ്യണം, കൊടുക്കണം.
അതുപോലെ ആധാർ കാർഡ് കൊടുക്കണം, നമ്മുടെ ലൈസൻസ്, അങ്ങനെയുള്ള ഇതൊക്കെ കൊടുക്കണം. ഇപ്പോൾ UAN എന്നൊക്കെ നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ഡോക്യുമെൻറ്റ്സാണ് നമുക്ക് നമ്മുടെ പുതിയതായിട്ട് യൂബറിലേക്ക് കടന്നു വരുന്ന പുതിയ ഡ്രൈവർമാർക്ക് കൊടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത് അപ്രൂവലാവാൻ ചിലർക്ക് 2 മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ അപ്രൂവൽ കിട്ടുന്നുണ്ട്. ചില കേസുകളിൽ നമുക്ക് ചില ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തത് ഡിലേ വരികയാണ് അതായത് ക്ലാരിറ്റി കുറവായിട്ട് വരികയാണ് വെച്ചെങ്കിൽ അതിന് കുറച്ച് ടൈം അഡീഷണൽ എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പെർമിറ്റ് ഇട്ടതിൽ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഡിലേ വന്നിട്ടുള്ളതാണെന്ന് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ യൂബറിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങുമ്പോൾ നമുക്ക് കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇത്രയും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യൂബർ അക്കൗണ്ട് ഫോർമാലിറ്റീസ് കഴിഞ്ഞു. പിന്നീട് അത് അപ്രൂവലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് നമുക്ക് ഓൺലൈനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാവുന്ന കേസുകളുള്ളൂ. ഇപ്പോൾ ബാക്കി യൂബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ, ബൈ.